സാർ കസേര. മനുഷ്യ മനനിമ്മതിയോടൊന്ന് ഷോട്ട് പ്ലാൻ ചെയ്തിടേ, എടുത്തോണ്ട് പോടേ കസേര. അയ്യോ പ്രകാശേട്ടാ എന്ത് പറ്റി? എടേ മൊത്തം ചക്ക കുഴയും പോലെ കുഴഞ്ഞു. എടീ അവര് പറയുന്ന വാക്കുകളൊന്നും പിടികിട്ടണില്ല എനിക്ക്. സത്യം പറഞ്ഞ എനിക്കൊന്നും പിടികിട്ടുന്നില്ല സാറേ. ഫ്രെയിമെന്നോ ഫീൽഡെന്നോ ക്ലോസപ്പ് എന്നോ സജഷൻ എന്നോ സൂമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആമാരി കിടന്ന് പറയുന്നു. അയ്യോ അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാ മതി. അല്ല അതല്ല, അത് തന്നെ സാറിന്റെ മനോധർമ്മം പോലെ ഒരു വിളയാട്ടം അങ്ങ് വിളയാടിയിരുന്നാ മതി. എടീ എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടൊന്ന് ഷൂട്ടിംഗ് കാണുന്നവർക്ക് തോന്നരുതല്ലോ. അതിനൊരു ടെക്നിക്കുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ സാറിനോട് ചില ബുദ്ധിമാന്മാര് വാക്കില്ലാത്ത ചോദ്യം ചോദിക്കും. സാറിന് ഉത്തരം അറിഞ്ഞൂടായിരിക്കും. അപ്പൊ സാറിന്റെ ഒരു ടെക്നിക്കുണ്ട്. ഇരുടാ അവിടെ, എന്താണ് അവർക്ക് സംശയം? ഓ വിരട്ടലല്ലേ? അത് തന്നെ. ആ രീതിയിൽ ഒരു വിരട്ടലങ്ങ് നടത്തണം. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വിരട്ടി തുടങ്ങിയ ഏതറ്റം വരെ വിരട്ടുമെന്ന് നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ നല്ല ഹീറ്റായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ വിരട്ടുമ്പോൾ ഒരു നമ്പർ ഇടും. സാർ ചുമ്മാ വിരട്ടിക്കോണം. വെറുതെ അങ്ങോട്ട് പോകുമ്പോ എന്നെ ഒരടി, ഒരു ചവിട്ട്, ചുമ്മാ ഒരു രസത്തിനെ. സിനിമയിൽ നായകൻ വില്ലനെ എത്രമാത്രം ഇടിക്കുന്നോ അത്രത്തോളം നായകന് പവർ കൂടും. അത് ശരി. അതുപോലെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ 1-2 കരിക്കള് വേണം. എന്നെ ഏതായാലും കരുവാക്കണ്ടേ? അതെനിക്ക് അറിഞ്ഞുകൂടി. ഞാനൊരു നമ്പർ ഇട്ടതില്ലേ സാറിന്റെ ഒരു നമ്പർ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഒരു കാരണവന്മാരെ ആപത്തിൽ കൂടെ നിന്നോണേ. ആബൽ ബാന്ധവാ. ആരുടെ എന്നെ തന്നെ അല്ലേ? എല്ലാം റെഡിയല്ലേ? നിങ്ങൾ അവിടെ പോയിരിക്കും. സാറേ വരട്ട് വരട്ട്. അതെടുത്ത് കാണട്ടെ, കാണിച്ചിട്ട് പോടേ. തുടങ്ങ്, തുടങ്ങിക്കോ. എല്ലാം എടുക്ക് തുടങ്ങ്. ഹൃദയത്തിൽ 10-20 അറകളാണുള്ളത്. അതിൽ ഓരോ അറയിലും എന്റെ സ്വന്തം മനുവേട്ടനാണുള്ളത്. കൊള്ളാം കൊള്ളാം. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു യുഗ്മഗാനവും പാടി ഈ നാട്ടിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാം. അതിനു മുമ്പ് ചേട്ടനാ യുഗ്മഗാനം എനിക്ക് വേണ്ടി ഒന്ന് പുലമ്പിയാലും. അടിപൊളി. കിട്ടിയാ പതിഞ്ഞാ കസേരല്ലേ? ഡയറക്റ്റ് സൈഡായിട്ട് വെച്ചാ അവിടെ വരാൻ ഞാൻ. അതെ, കോളനിയിലുള്ള ഒറ്റ ഒരെണ്ണത്തിന് അഭിനയിക്കാൻ ചാൻസ് കൊടുക്കായിരുന്നു. സാറേ ഡയറക്ഷൻ ആക്ച്വലി എങ്ങനെ ഉണ്ട്? ഈസി അല്ലേ? നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിലേ ഷോലയെ പോലെ ഒരു മലയാള പടം ഞാൻ പുല്ലുപോലെ ഇറങ്ങിയത്. എടാ ഇതൊക്കെ നിസ്സാര ചീള് ഗ്യാസുകളല്ലേ, ചുമ്മാ ആക്ഷൻ ഷാറ്റ് കട്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ദൈവദാൻ പോലെ ഇതൊക്കെ അങ്ങ് പറഞ്ഞോളൂ. സാർ ആ തടിയനും പിച്ചക്കാരനും തമ്മിലുള്ള കോമ്പിനേഷൻ ഷോട്ടാണ് ഇനി എടുക്കാവുള്ളൂ. ഓ എന്താ ഇവിടെ എടുക്കാടേ? നീ ആ പിച്ചക്കാരനായിട്ട് അഭിനയിക്കാൻ വന്നില്ല തടിയൻ, അവനെ പിടിച്ച് കുറച്ചു നേരം വെയിൽ തീർത്ത് കൊള്ളട്ട് വെയില ബാഡി ബിൽഡർ. ശരി സാർ. അടുത്ത ഷോട്ട് ഇയാളെ ഞാൻ ചുമ്മാര് അതൊക്കെ ഞാൻ നോക്കിയോ. ഡയറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഹലോ ഉള്ള പരുവത്തിലൊക്കെ എടുത്തോണ്ട് പോയി. എന്തോ എന്തോടെ അയാളെ മോങ്ങണത്? സാറേ ഇതെനിക്ക് മനസ്സിലായി. ജബ്ബാറെ ഇങ്ങനെ അലമുറയിട്ട് കരയല്ലേ, നമുക്ക് ട്രെയിനും ഒക്കെ ശരിയാക്കാം. ആദ്യം ആ രംഗം ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് വിട്. വേണം. സാറേ മറ്റേ DYSP വരുന്നുണ്ടേ. സാറേ എന്റെ സീൻ ഞാൻ എങ്ങനെ ചെയ്യണം? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുവരെ അഭിനയിച്ചതുപോലെയല്ല, ശരിക്കും എന്റെ രീതിക്കും ഭാവനയ്ക്കും ഒത്ത രീതിയിലുള്ള പ്രകടനം വേണം നിങ്ങൾ കാഴ്ചവെക്കാൻ. ഞാൻ ശ്രമിക്കണം. അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ ഞാനൊരു ക്രൂരനായെന്ന് വരും. സഹകരിച്ചാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം റോഡരികിലെ എച്ചിൽ കൂനിയിൽ നിന്നും നിങ്ങൾ ആക്രാന്തത്തോടെ എച്ചിൽ വാരി തിന്നുകയാണ്. ഇത് ചുമ്മാ ആക്ടിംഗ് അല്ലേ? അല്ല, ഞാൻ വേണമെങ്കിൽ ഒരു പാഴ്സൽ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്കിൽ പിന്നെ എനിക്ക് ഈ സീന് ശരിക്കുള്ള പിച്ചക്കാരനെ വെച്ച് അഭിനയിപ്പിച്ചൂടെ? ഒറിജിനാലിറ്റി കിട്ടണം. 2-3 ദിവസം പഴകിയ ആഹാരം നിങ്ങൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വാരി കഴിക്കണം. കഴിച്ചേ പറ്റൂ. അത് വേണോ? വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റു പിച്ചക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. ഓക്കെ സർ. അപ്പോൾ അതുവഴി വെറുതെ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന ഒരു തടിയൻ നിങ്ങളെ വെറുതെ അടിക്കുന്നു. എന്നെ വഴക്ക് പറഞ്ഞു ഓടിക്കുന്നതല്ലേ നല്ലത്? ഞാൻ ഇടി കൊടുത്തിട്ടേ ഉള്ളൂ, കൊണ്ടിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങ് അഭിനയിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങോട്ട് മാറി.
എന്റെ റോൾ എപ്പോ വരും? വരുമ്പോ ഞാൻ അറിയിക്കാം. നീ അവിടെ എങ്ങനെ പോയി ബിസ്ക്കറ്റ് തിന്നോണ്ടിരിപ്പണേ. എന്താ പ്രകാശ് ചേട്ടാ ഇത്? കൊച്ചു കുട്ടിയല്ലേ അവള്? സംവിധാനം ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് കൊച്ചൊന്നോ വലുതെന്നോ വ്യത്യാസമില്ല. ഞാൻ ക്രൂരനായ സംവിധായകൻ. അയ്യോ അതെ, സ്വല്പം പോലീസ് മുറോടെ കാണിച്ചില്ലെങ്കിലേ എല്ലാവരും സാറിന്റെ തലേ കയറിയിരുന്ന് നിരകും. അതാ സാർ ഇത്ര ക്രൂരനായി അഭിനയിക്കുന്നത്. പിന്നെ ഭയങ്കര അഭിനയം തന്നെ. അടിപൊളി. ഒരു ഒറ്റ അടി എന്തോന്നെ ചേട്ടൻ പാടുവോ? ഓ, ഇത് വലിയ പാടായല്ലോ പെണ്ണെ. അത് കണ്ടോണ്ട് നില്ലേ. யார் அவன்? ஏய், அந்த ஆளு ஃபீல்ட்ல அங்கிட்டு மாறிக்க சொல்ல. ഡേയ് കൊഞ്ചം മാറിയില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്നെ കണ്ടറിഞ്ഞൂടെ പിച്ചക്കാരനാന്ന്? എടോ, ഞാൻ ഡിവൈഎസ്പി ആണ്. പിച്ചക്കാരന്റെ മോഹം കൊള്ളാം. അങ്ങോട്ട് മാറിയില്ല. ഇത് ഫീൽഡാണ്, ഫീൽഡ്. അത് ഞാൻ നോക്കിക്കോളാം. മാറിക്കടാ. ஏய், இந்த உசிலாம்பெட்டி காளிமுத்து மேல கை பொக்கியா கொன்னு போட்டுடுவ. ஞாபகம் வச்சுக்கோ. പ്രകാശ, നിങ്ങളിത് വാരി വലിച്ചു തിന്നണം. 4-5 ദിവസം പട്ടിണി കിടന്നതിന് ശേഷം കയ്യിൽ കിട്ടുന്ന ആഹാരമാണിത്. അതിന്റെ ഒരു ആക്രാന്തവും ആവേശവും ആർത്തിയും ഒക്കെ ഈ തീറ്റയിൽ കാണിക്കണം. ഇത് ഒരുപാട് പഴക്കമുള്ളതാന്ന് തോന്നുന്നല്ലോ. പിന്നെ നിങ്ങളും അഭിനയിച്ച് തഴക്കവും പഴക്കവും ഉള്ള ആളല്ലേ. ചുമ്മാ ഉരുട്ടി ഉണ്ണി. അങ്ങനെ തന്നെ. വാരി വാരി കഴിച്ചാട്ടെ. തളർന്നു വീഴ്ന്നാട്ടെ, തളർന്നു വീഴ്ന്നാട്ടെ. കാളിമുത്ത് വാ, കാളിമുത്ത് വാ. ചവിട്ട് 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 ചവിട്ട്. ഇവനിട്ട് 2 അടി കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാ. പതുക്കെ ചവിട്ടടോ. ഇത് ശരിയാവില്ല. എന്താ എന്താ ശരിയാവത്ത്? വേണ്ട. എന്തോന്ന് വിളിച്ച ഇടയെന്നാ? വിളിച്ചത് കേട്ടില്ലേ? ഡാന്ന്. അല്ല, നിന്നെ ഡാന്ന് തന്നെ വിളിച്ച പ്രകാശ് കുമാറെ. ഡയറക്ടർ സാറിനെ ഡാന്ന് വിളിച്ചല്ലേ? ഇത് ഭയങ്കര പ്രശ്നമാക്കും. ഇത് ഭയങ്കര പ്രശ്നമാക്കും. പ്രശ്നമാകാൻ പോകുന്നതേ ഉള്ളൂ. എന്ത്? ബോയ് ബോയ്, എന്റെ ഫോൺ ഇട, എന്റെ ഫോൺ ഇട്. എന്തോ DGPക്ക് കണക്ട് ചെയ്. ഞാൻ CI പ്രകാശ് കുമാറിന്റെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ അയാൾ ഒരു ടെലിഫിലിം ഷൂട്ട് ചെയ്യുകയാണ്. സാർ, ഞാനൊരു കേസന്വേഷണത്തിന് വേണ്ടി പിച്ചക്കാരന്റെ വേഷം അണിഞ്ഞ് നടിക്കുകയായിരുന്നു. അങ്ങനെ വേഷമിട്ടത് കൊണ്ടാണ് എനിക്ക് ഈ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. പബ്ലിക് പ്രോപ്പർട്ടിയിൽ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാർ, ഒരു 10-20 കോൺസ്റ്റബിൾസിനെ അയച്ചാൽ യവന്മാരെല്ലാം തൂക്കി അകത്താക്കാമായിരുന്നു. ഞാൻ പോണ, ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നു സത്യം. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. സാറേ, വലിയുന്നതാണ് ബുദ്ധി. എല്ലാരും ഓടിക്കോ, ഷൂട്ടിംഗ് പിരിച്ചു വിട്ടു. ബാക്കപ്പ്. ഇനി നിന്നെ ഞാൻ സംവിധാനം ചെയ്യാൻ പോവാ. നീ കുറെ അഭിനയിക്കും. അപ്പൊ പ്രകാശ, നമുക്ക് നാളെ ക്ലബിൽ വെച്ച് കാണാം. കാണാമെന്നല്ല, കാണണം.
രണ്ടുപേരും ടയർ ട്യൂബ് പോലെ ആയാ എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? സത്യം പറഞ്ഞ എന്റെ സാറേ, സ്നേഹബന്ധം കാണുക അതൊരു നിർവൃതി തന്നെയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടൊന്ന് പിണങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഇവന്റെ അടുത്ത് മിണ്ടിക്കോളാഞ്ഞു വയ്യ. അവസാനം തമ്മിൽ വീണ്ടും മിണ്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ആന്തോളനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ആന്തോളനാണ്. ആ ആന്തോളനമാണ് ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എനിക്കറിയാം, ലേറ്റസ്റ്റ് ബാറ്ററി ഇടണമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നെവർ മൈൻഡ് ആയിട്ട് നടക്കാം. എടാ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലത് അല്പം താമസിച്ചാലും ചെയ്യണം. അല്പം താമസിച്ചാലും ഞങ്ങളുടെ ഇടയിലെ മതിൽ ഞങ്ങൾ ഇടിച്ച് നിരത്തിയില്ലേടാ. ലോകത്ത് പങ്കുവെച്ച് നൽകേണ്ടതിൽ ഏറ്റവും വിലപ്പെട്ട സാധനത്തിന്റെ പേര് പറയാം. സ്വർണം അല്ല, വജ്രം അല്ല, മാതളം, മരതകം, വൈഡൂര്യം. അതൊന്നുമല്ല, സ്നേഹം. ഓ, അതാണല്ലേ. സ്നേഹം ഒറ്റയ്ക്ക് സൂക്ഷിക്കാൻ പാടില്ല, അതിനെ പങ്കുവെച്ച് നൽകണം. ഇപ്പൊ കണ്ടില്ലേ ഞങ്ങൾ സ്നേഹം പരസ്പരം പങ്കുവെച്ചത്. നീ എന്തിനാ കരയുന്ന? സൗഹൃദത്തിന്റെ തിരയടി കാണുമ്പോ എനിക്ക് കണ്ണീരടക്കാൻ പറ്റുന്നില്ലേ. കരയട്ടെ, കണ്ണീര് കളങ്കം കഴുകിക്കളയും. വാസ്തവത്തിൽ നമുക്ക് എത്ര മുമ്പ് തന്നെ അടുക്കായിരുന്നു അല്ലേ ചാക്കോച്ച? അതെ, പക്ഷെ നമ്മൾ രണ്ടുപേരും നേരത്തെ വിചാരിക്കണമായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചിരുന്നു, ഒരുപാട് സമയങ്ങളിൽ വിചാരിച്ചിരുന്നു. ഏയ്, എന്റെ അത്ര ആത്മാർത്ഥമായി ഒരു കാലത്തും പ്രകാശ് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പൂവണിയണമായിരുന്നു. അയ്യോ ചാക്കോച്ച, അത് ചാക്കോച്ചന്റെ തെറ്റിദ്ധാരണയാ. അല്ല സാറേ, ചാക്കോ സാറ് കൂടെ പറയുമായിരുന്നു, ഈ പ്രകാശ് കുമാർ സാർ ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ രമ്യതയിലാവായിരുന്നു. ബാലപ്പെണ്ണ, നിങ്ങൾ ഈ മുക്കും മൂലയും മാത്രം അറിഞ്ഞുകൊണ്ട് സംസാരിക്കരുത്. ഈ പ്രകാശ് കുമാർ സാറിനെ ഞാൻ ഇന്നും ഒന്നല്ല കണ്ടു തുടങ്ങിയത്. അത്തരത്തിലുള്ള വർത്താനം ബാലപ്പെണ്ണ പറയരുത്. ആ മനസ്സുണ്ടല്ലോ, ഉറവയാണ് ഉറവ. സ്നേഹത്തിന്റെ നീര് നാലുപാട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവ. പക്ഷെ ആ ഉറവ ഇങ്ങനെ ചിലപ്പോ ഒഴുകാതെ കെട്ടിക്കിടന്നായിരിക്കും അല്ലേ? എടാ, പിള്ള മനസ്സിൽ കള്ളമില്ല. അവൻ സത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞതാ. എന്തൊരു സത്യമായ കാര്യങ്ങൾ ചാക്കോച്ച? പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ഞാനായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞ പ്രകാശ് കുമാർ അല്ലേ എല്ലാം തുടങ്ങി വെച്ചത്. പോട്ടെ, ഇനിയിപ്പോ എന്തിനാ വെറുതെ? അല്ലല്ല, അങ്ങനെ പോട്ടെ എന്ന് വെക്കണ്ട. എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട് മതി മുന്നോട്ടുള്ള പോക്ക്. പറഞ്ഞു തുടങ്ങിയാൽ വീണ്ടും പ്രശ്നമാകും. അങ്ങനെ ആവുന്നെങ്കിൽ അങ്ങ് ആവട്ടെ. ചുമ്മാ ഉള്ള കൂട്ടുകെട്ടിന് ഒരു ഉറപ്പും ഉണ്ടാവില്ല. പറയണം, എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മതി ലയനങ്ങള്. അതിനിപ്പോ ഞാൻ പറയണോ? കോളനിക്കാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ. എന്തൊരു കോളനിക്കാർക്ക് എന്തോന്ന് തേങ്ങ അറിയാം? അതും എന്നെ കൊണ്ട് പറയിക്കണോ? പറയും, നിങ്ങൾ ധൈര്യമായിട്ട് ചുമ്മാ പറയും ഇങ്ങോട്ട്. എങ്കിൽ പറയാം, ഈ കോളനിയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി പ്രകാശ് കുമാറാണ്. തന്നെ? എന്നാ ഞാനും പറയാം. ഈ പ്രകാശ് കുമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണം. എന്റെ സ്വസ്ഥത തന്റെ കയ്യിലല്ലേ. സാറേ, സൗഹൃദം മഞ്ഞുരുകൽ. മഞ്ഞുമലയൊന്നും ഉരുകണ്ട. ഇവനോട് ചെങ്ങാത്തം കൂടാൻ പോയ എന്നെ വേണം തല്ലാൻ. ഈ ജീവിതത്തിലല്ല, അടുത്ത ജന്മത്തിൽ പോലും നിന്റെ മുഖത്ത് ഞാൻ നോക്കില്ല. ബാലപ്പേണ്ണ, എന്തോന്നടേ? ഒരു കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? കെട്ടിയാ മുടച്ചേ ഇരിക്കും. ഇപ്പൊ മനസ്സിലായ? ചേച്ചി, സുചേച്ചി, എന്തിനാടാ ഇങ്ങനെ വിളിച്ചു കൂന്നേ? ചേച്ചി, ഭയങ്കര പ്രശ്നം. ചേച്ചി, ഭയങ്കര പ്രശ്നം. നീ കാര്യം പറയടാ. മെഗാ എഴുതി സുന്ദരേശന് ചില മെഗാ പ്രശ്നങ്ങൾ തുടങ്ങി. മെഗാ പ്രശ്നങ്ങളോ? എന്ന് വച്ചാ രണ്ട് കൈയും സമാസമം ചേർത്ത് പിടിച്ച് ഇടത് കൈയും വലത് കൈയും സമാസമം ഉയർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുമ്പിൽ നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, നമസ്കാരം നമസ്കാരം. അതാ വരുന്നു. ഇനി എന്താണ് സംഭവം എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടോ. നമസ്കാരം നമസ്കാരം, വന്ദനം. ചേച്ചിയുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തിയ ആള് SI റാങ്കിൽ നിന്നും പ്രൊമോഷൻ കിട്ടി ഏത് പോസ്റ്റിലാണോ എത്തിയത് ആ പോസ്റ്റിൽ ഉദ്യോഗത്തിലിരിക്കുന്ന ആളായ അദ്ദേഹം ഇവിടെ ഇല്ലയോ? ദൈവമേ, ഇദ്ദേഹം പറഞ്ഞ മനസ്സിലായില്ലേ? സാറില്ലേ എന്നാണ് ചോദിച്ചത്. അതെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്തിനാ? ആദ്യമേ ഞാൻ പറഞ്ഞു ഒരു മെഗാ സീരിയൽ എഴുത്തുകാരനാണെന്ന്. ഒറ്റ വരി നിർത്താൻ പറ്റൂല. ചേച്ചിക്ക് മനസ്സിലായില്ലേ? അതായത് ചേച്ചിയുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തിയ ആൾ പ്രകാശ് കുമാർ സാർ. SI ഉദ്യോഗത്തിൽ നിന്നും പ്രൊമോഷൻ കിട്ടി CI ആയ ആൾ അതാര്? പ്രകാശ് കുമാർ സാർ. അയ്യോ, അതിനെന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ പറയുന്നത്? ഞാൻ വലിച്ചു നീട്ടാൻ മാത്രമല്ല, ഞാൻ അടിച്ച് പരത്തും. കാരണം അതെന്റെ അവകാശമാണ്. ഞാൻ ഒരു മെഗാ സീരിയൽ എഴുത്തുകാരനാണ്. കണ്ട,
എഴുതി എഴുതി മെന്റലായി പോയി. മെഗാ സീരിയൽ വലിച്ചു കിട്ടുമല്ലോ. അങ്ങനെ വലിച്ചു നീട്ടി ഇപ്പൊ മൊത്തം സംഭാഷണം വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പാപം. എക്സ്ക്യൂസ് മീ, പച്ചവെള്ളം 100 ഡിഗ്രിയിൽ തിളപ്പിച്ച് അതിൽ തേയിലച്ചെടിയുടെ പച്ചിലകൾ പറിച്ചിട്ട് വാട്ടിപ്പൊടിച്ച് ഉണക്കി ചേർത്ത് അതിൽ ഒരല്പം പഞ്ചസാരപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി അതിൽ നിന്നും വാർന്നു വരുന്ന ചുമന്ന നിറത്തിലുള്ള ദ്രാവകം തേയിലവെള്ളം, കട്ടൻ ചായ, സുലൈമാനി, അത് വേണോന്നല്ലേ? അതിന് ഇത്രയും വലിച്ചു നീട്ടുന്ന എന്തിന്? ഞാൻ വലിച്ചു കെട്ടി അടിച്ച് പരത്തും. ഞാൻ ഒരു മെഗാ സീരിയൽ എഴുത്താരനാണ്. എനിക്ക് തിരിഞ്ഞു പിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം. ഈ ചൂടാവിടെ എന്തൊരു സുന്ദരേശ? ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യരുടെ കാര്യം, പാവം. സുന്ദരേശൻ ചേട്ടാ, നമ്മൾ മനസ്സംയമനം വിടരുത്. മെഗയിൽ മാത്രമായി മനസ്സ് ചെലുത്തുന്നവർക്ക് സംഭവിക്കുന്ന ഒരു അസുഖമാണിത്. മെഗാഫോമിയ എന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചക്ക് ഈ എഴുത്തൊക്കെ ഒന്ന് നിർത്തി ഒരു യാത്രയൊക്കെ ചെയ്ത് നല്ല പാട്ടൊക്കെ കേട്ട് ശരിയാക്കി എടുക്കുമ്പോ ഇത് ക്ലിയർ ആവും. ശരി, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അതായത് രാത്രിയിൽ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്ന സരിഗമ പദനിസയിൽ കുറച്ച് രാഗങ്ങളും കൊടുത്ത്. അയ്യോ, അതല്ലേ ഞാൻ പറഞ്ഞ പാട്ടൊക്കെ കേൾക്കണോ? തീർന്നല്ലോ. പാട്ട് കേൾക്കാം. കുറച്ച് പുതിയ പാട്ടുകളുടെ സീഡി ഇവിടെ ഇരിപ്പുണ്ട്, നീ അതെടുത്ത് കൊടുത്തേക്ക്. പാവം കൊണ്ടുപോയി കേക്കട്ടെ. പുതിയ പാട്ടുകളാ? എനിക്ക് ചോര തടിപ്പിക്കാറിരുന്നാ കമ്മ്യൂണിസം കേരളത്തിൽ എവിടെ നിന്ന് വന്നു? തിരുവനന്തപുരത്ത് അപ്പുറത്തുള്ള കൊല്ലം കഴിഞ്ഞാലും ഒരു ജില്ല പത്തനംതിട്ട. MC റോഡ് അല്ലാക്കാൻ ഞാൻ ഉദ്ദേശിച്ച NH-ലൂടെ വരുമ്പോ ആലപ്പുഴ ഒരു വിപ്ലവമുണ്ട്. വരിക്കണക്കിന് ആൾക്കാർ സമരം ചെയ്ത് ഒരുപാട് രക്തസാക്ഷികളുണ്ടായി. അങ്ങനെ ഒരു സമരം നടന്നത് ആലപ്പുഴയിൽ ഏത് സ്ഥലത്ത് വെച്ചാണോ ആ സ്ഥലത്തിന്റെ പേരിലൂടെ അറിയപ്പെടുന്ന എന്റെ പൊന്നമ്മച്ചി വയലാർ എന്ന് പറയാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞത്. വയലാർ. അപ്പൊ ശ്രീകുമാരൻ തമ്പിന്നും P ഭാസ്കരൻ എന്നൊക്കെ പറയണമെങ്കിൽ 2 ദിവസം ലീവ് എടുത്ത് നിൽക്കേണ്ടി വരുമല്ലോ. അതെ, ഇനി നിന്ന് താളം ചവിട്ടണ്ട. ഇപ്പൊ എന്തിനാ വന്നത്? വന്ന കാര്യം ഞാൻ പറയാം. പറ. ചോര നീരാക്കി ഉണ്ടാക്കിയ കാശുകൊണ്ട് കെട്ടിപ്പൊക്കിയ സൗദത്തിൽ അയാളുടെ അനുവാദത്തോടെ എഗ്രിമെന്റ് വെച്ച് താമസിക്കുന്ന മറ്റൊരു വ്യക്തി. ആ എഗ്രിമെന്റ് പ്രകാരം അവര് നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു തുക ഇത്രാം തീയതി ഇന്ന സമയത്ത് കൃത്യമായി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ തുക കുമാരന്റെ കയ്യിൽ ഇല്ല. വാടക ഇല്ല. ചേച്ചി മനസ്സിലായി അടിച്ച് പരത്തിയത്. ഈ മാസത്തെ വാടക ഇല്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം പ്രകാശ് കുമാർ സാറിനോട്. CK സാർ പൊയ്യാട്ടെ, ഒരു കുഴപ്പമില്ല. സുമേക്ക ഞാൻ പോട്ടെ. ശരി, സുമേക്ക പോട്ടാന്ന് പറയാ. അവൻ അടിക്കാൻ വേണ്ട, പരത്തേം വേണ്ട. ഡയറക്ടർ സാർ ഇവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. സാറ് വരൂ. പ്രകാശ് കുമാർ എപ്പോ വരും? ഔട്ട് ഓഫ് സ്റ്റേഷനോ? മിക്കവാറും അയാൾ സ്റ്റേഷനിൽ നിന്ന് ഔട്ട് ആവും. മറ്റേ ആളില്ലേ, ചുടലമുത്തുവോ? എന്താ അയാളുടെ പേര്? കാളിമുത്തു. കാളിമുത്തു. നിങ്ങളുടെ ബന്ധുവാണോ അയാള്? അതെ. സാർ ഇരിക്കെ. എവിടെ അയാള്? വിളിക്കേ. അങ്കിളും പുറത്തു പോയിരിക്ക. വന്നാലുടൻ അയാൾ സ്റ്റേഷനിലോട്ട് വരാൻ പറയണം. എന്തിന്? DYSP തല്ലിയതിന്. അയ്യോ, അത് അഭിനയത്തിനിടയിൽ. ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. അഭിനയമാണെന്ന് പറഞ്ഞ് അയാൾ എന്നെ ശരിക്കും തല്ലിയായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സർ. പ്രകാശ് കുമാർ ആളും എടുക്കനാ. എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാൾ കണ്ട വഴി കൊള്ളാം. പിച്ചക്കാരന്റെ വേഷം തന്നതുകൊണ്ടാണോ സാർ അങ്ങനെ പറഞ്ഞത്? അതെനിക്ക് പ്രശ്നമല്ല. കുഷ്ഠരോഗിയുടെ വേഷത്തിൽ ഞാൻ അഭിനയിക്കും, കാരണം ഞാനൊരു നടനാണ്. പക്ഷെ എന്ന് വെച്ച് കലയോടുള്ള എന്റെ അഭിനിവേശത്തെ ചൂഷണം ചെയ്യരുത്. ആര് ചൂഷണം ചെയ്തു? പ്രകാശ് കുമാർ. സെറ്റിൽ വെച്ച് അയാൾ എന്നോട് പെരുമാറിയ രീതി ശരിയായില്ല. കളിയാക്കാനായിട്ടാണ് അയാൾ ഈ വേഷം തന്നതെങ്കിൽ പ്രകാശ് കുമാറിനെ ഞാൻ വെള്ളം കുടിപ്പിക്കുവേ. ആളില്ലേ? എക്സ്ക്യൂസ് മീ. ഹലോ. തള്ളേ, എനിക്ക് വയ്യ. എന്തിനാണ് ഇവിടെ ഒരു ഒച്ചം വേളോ? താനാരാ? ഞാൻ ഈ വാടക ഗുണ്ടയോ? വാടക ഗുണ്ടയല്ല, വാടക കൊണ്ടുവന്നത് അക്കന് കൊടുക്കാൻ. പിന്നെ ഒരു 650 കുറവുണ്ട്. അടുത്ത മാസത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടെ. പിന്നെ ഇപ്പൊ ഒരു ടൈറ്റ് കേട്ടെ. അല്ല, സാറെവിടെ പോയി? കുറെ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതിരിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ആഹാ. ഇന്നലെ പിച്ചക്കാരന്റെ റോളിൽ വന്ന DYSP സാറ് കടിച്ചു കീറി എന്ന് പറയണ കേട്ടല്ലേ? ഉള്ള തന്നെ. അത് പിന്നെ
ഇന്നലെ ഷൂട്ടിങ്ങിന് വരാനുള്ളായിരുന്നു. എന്നോട് സാറ് പറഞ്ഞ് ആ DSP അഭിനയിക്കാൻ വരുമ്പോ അങ്ങനെ പന്ത് കെട്ടും പോലെ തട്ടുവന്ന്.